ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത അബായ ഗൗണ് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ മുൻവശത്തെ പീസ് എടുക്കുക. 2 പീസാണല്ലോ മുൻവശത്തെ 2 പീസ്. അത് എടുക്കുക. അതിൽ ഒന്ന് എടുത്തിട്ട് ആദ്യം പിന്നെ നമ്മൾ എക്സ്ട്രാ ഏറെ 2 ഇഞ്ച് ഏറെ എടുത്തില്ലേ, ആ ഏറെ എടുത്ത ഇത് പിന്നെ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് 1 ഇഞ്ച് മടക്കുക. എങ്ങനെ മനസ്സിലായോ? ആദ്യം 1/2 ഇഞ്ച് മടക്കുക, എന്നിട്ട് 1 ഇഞ്ച് മടക്കുക. ഞാൻ ഇവിടെ കട്ട് ചെയ്യാതെ വെച്ചിരുന്നത് നമുക്ക് ഈ 2 ഇഞ്ച് ഇട്ടത് തെറ്റിപ്പോണ്ടെന്ന് കരുതിയിട്ടാണ്. നമ്മൾ അടി കഴിഞ്ഞിട്ട് ഇതാക്കാം, സ്റ്റിച്ച് ചെയ്യാം. അര ഇഞ്ച് പിന്നെ 1 ഇഞ്ച്. അങ്ങനെ നമ്മളിവിടെ ഈ ഭാഗം കഴിയാനായി 1/2 ഇഞ്ച് മടക്കി 1 ഇഞ്ച് മടക്കിയിട്ട് എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല വശത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് മടക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റേ തുണിയും എങ്ങനെ മടക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മൾ മറ്റേ സീലെടുത്ത് 1 ഇഞ്ച് മടക്കുക, എന്നിട്ട് ബാക്കിയുള്ള 1 ഇഞ്ചിനെ ഉള്ളിലോട്ട് മടക്കുക. ഏത് നമ്മൾ എക്സ്ട്രാ ഇട്ട അതിൻ്റെ നേരല്ല അല്ലാത്ത നെല്ല് മടക്കുക. മനസ്സിലാകുന്ന ഒന്നുകൂടി ഞാൻ കളിത്തരാം. ഇത്ര ഇഞ്ചൊക്കെ ഏറെ എടുത്തത് തുടക്കക്കാരാകുമ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. 1 ഇഞ്ച് എടുത്തു, എന്നിട്ട് ആ 1 ഇഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കുക. അപ്പോൾ നമ്മൾ മെയിൻ തുണിൻ്റെ അളവിൻ്റെ ഒപ്പം എത്തും കേട്ടോ. ഇങ്ങനെ നമുക്ക് അടിക്കട്ടോ. ഞങ്ങൾ ഈ 2 വശവും നമ്മൾ അടിച്ചു കേട്ടോ. ഇനി എന്താ വേണ്ടതെന്നാ, നമ്മൾ ഈ ഏറെ ഇട്ടിട്ടില്ല, ഈ തുണി ഇവിടെ കട്ട് ചെയ്യുക. രണ്ടിൻ്റെയും എക്സ്ട്രാ ഇട്ടത് ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അളവ് മനസ്സിലാൻ വേണ്ടി കേട്ടോ. ഇനി എത്ര ഇഞ്ച് അവിടെ ഏറെ ഇടുമ്പോൾ ഏറെ ഇടുന്നത് നമ്മൾ ഇത് അടുക്കൽ കയ്യോളം വെട്ടാതിരിക്കണം നല്ലത്. നമുക്ക് അളവ് കഴിക്കില്ല. ഇനി നമ്മൾ എന്ത് വേണം, ഈ 2 പീസും ഇതിപ്പോൾ നമ്മുടെ മുന്നിലെ 2 പീസാണ്. ഇത് രണ്ടും കൂടി നമ്മൾ ബാക്ക് വശത്തിന് കട്ട് ചെയ്ത് വെച്ച തുണിമേൽ ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്യട്ടോ. പിന്നെ അതിൻ്റെ കഴുത്ത് വെട്ടിയിട്ടില്ലേലും കേട്ടോ. ബാക്കത്ത് അതിൻ്റെ കഴുത്ത് വെട്ടിയിട്ടില്ല. അത് പിന്നെ അടയാളിട്ടിട്ടുള്ളൂ, കഴുത്ത് വെട്ടിയിട്ടില്ലായിരുന്നു. കോളർ വെക്കാനുള്ളതാകുമ്പോൾ നമുക്ക് വലിയ അക്കം വേണ്ട. അപ്പോൾ എന്ത് വേണമെന്നാ, നമ്മൾ നല്ല വശം വെക്കുക. എന്നിട്ട് നല്ല വശം വെച്ചിട്ട് തുണി പൊയിഞ്ഞാണ്. ഈ നല്ല വശത്തിൻ്റെ മുകൾക്ക് നമ്മൾ ഈ 2 പീസിൻ്റെ നല്ല വശം ചേരുന്ന രൂപത്തിൽ വെക്കുക. മനസ്സിലായോ? നല്ല വശം. എന്നിട്ട് നമ്മൾ മുന്നിലെ ഒരു പീസ് എടുത്ത് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുക.
ഷോൾഡർ രണ്ടും ഒപ്പം വെക്കണം കേട്ടോ. നമ്മൾ ഷോൾഡർ അടിക്കുമ്പോൾ തന്നെ 2 അടി അടിക്കുക. എന്നാൽ പിന്നെ അതൊന്നും അടിക്കാൻ നിൽക്കണ്ട. ഇനി അതുപോലെ തന്നെ മറ്റേ വശം ഷോൾഡറും നല്ല വശം വെച്ചിട്ട് അടിക്കട്ടോ. ഒപ്പം പിടിച്ചിട്ട് വേണം അടിക്കാൻ. നമുക്ക് കോളറിന് അളവ് തെറ്റും. അപ്പോൾ നമുക്ക് ഷോൾഡറും അടിച്ചു. ഇനി നമുക്ക് ഇത് രണ്ടും വെക്കണം. അത് എങ്ങനെ വെച്ചാൽ അങ്ങനെ നമ്മൾ ഇതോടെ പിൻകുത്തി കൊടുത്ത് ഒപ്പാക്കിയിട്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ കേട്ടോ, ഇതിങ്ങനെയുള്ളത് നമ്മൾ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. മനസ്സിലായില്ലേ? കഴുത്തിൻ്റെ നമ്മൾ ഇതിവിടെ നല്ല തുണിയുടെ ഇത് 2 തുണിയിൽ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ കഴുത്തിൻ്റെ സെൻറ്റർ നടുഭാഗം കണ്ടുപിടിച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിക്കുമ്പോൾ മനസ്സിലാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് നിൽക്കുക. എത്ര അളവുണ്ട് നോക്കാം. നമുക്ക് പിന്നെ ഊരിയിട്ട് ഇതിൻ്റെ അളവ് എടുക്കട്ടോ. ഇവിടെ നിന്ന് ഈ തലക്കന്ന് തുടങ്ങുക. ഒപ്പം പിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം പിടിക്കുക. ഒപ്പം പിടിച്ച് 23. അപ്പോൾ നമ്മളിവിടെ കഴുത്തിൻ്റെ അകലം എടുത്തത്, പിന്നെ കഴുത്ത് അളന്നെടുത്തത് ഇതുകൊണ്ട് അളന്നത് മീറ്റർ വെച്ച് അളന്ന് എടുത്തപ്പോൾ 23 എനിക്ക് കിട്ടിയത്. ആ 23ക്ക് ഞാൻ 4 ഇഞ്ച് കൂട്ടിക്കാണ്ട് 4 ഇഞ്ച് കൂട്ടി 23, 24, 25, 26, 27 അങ്ങനെ 4 ഇഞ്ച് കൂട്ടിക്കാണ്ട് ഞാൻ ഇങ്ങനത്തെ 2 പീസ് എടുത്തു. 4 ഇഞ്ച് വീതിയുള്ള 2 പീസ് കണ്ട നീളം. നമ്മളെ കഴുത്തിൻ്റെ നീളം അളന്ന് കോളറിനുള്ള നീളം അളന്നതിന് ശേഷം അതിക്ക് 4 ഇഞ്ച് കൂട്ടിയെടുത്തു നീളം. പിന്നെ വീതി 4 ഇഞ്ച് എടുത്തു. അങ്ങനെ ഈ 2 തുണിയും നമ്മൾ നല്ല വശവും ഒരുമിച്ച് വെക്കുക. നല്ല വശവും ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇത് നടുമടക്കിയതിന് ശേഷം അപ്പോൾ 2 പീസും ഒരുമിച്ച് വെച്ച് നല്ല വശം ഒരുമിച്ച് വെച്ച് മടക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ 23 ഇഞ്ച് നീളമുള്ള 23 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമുള്ള ഒരു തുണിയെ 4 ഇഞ്ച് എക്സ്ട്രാ എയർ എടുത്തു. അപ്പോൾ എത്ര? 27. അപ്പോൾ 27 ഇഞ്ച് നീളമുള്ള 4 ഇഞ്ച് വീതിയുള്ള 27 കിട്ടാൻ കാരണം ഈ 23ക്ക് 4 ഇഞ്ച് കൂട്ടി. 2 വശത്തും ഈ 2 തയ്യൽ തൂമ്പ് നമുക്ക് ചെരിച്ച് വെട്ടാണ്ട്, അതുകൊണ്ടാണ് 4 ഇഞ്ച് എയർ എടുത്തത്. അപ്പോൾ 23 ശരിക്കും നമ്മൾ അളവ് 23 ആണ്. അതിക്ക് 4 ഇഞ്ച് കൂട്ടി. അപ്പോൾ 27. പിന്നെ ഇതിൻ്റെ വീതി 4 ഇഞ്ചും. അങ്ങനെ ആ 27 ഇഞ്ച് നീളമുള്ള തുണിയെ രണ്ടായി മടക്കി. രണ്ടായി മടക്കിയിട്ട് 2 തുണി ഇപ്പോൾ എത്രയായി? 1, 2, 3, 4, 4 അല്ലേ? അങ്ങനെ രണ്ടായി മടക്കിയിട്ട് ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗമല്ല, ഈ ഓപ്പണുള്ള ഭാഗത്ത് നമ്മൾ ഇവിടുന്ന് 23ൻ്റെ പകുതി എത്രയാണ്? 11.5. അപ്പോൾ ഈ 11.5ക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് ഇട്ടിട്ട് നമ്മൾ ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ ശരിക്കും ഇതിൻ്റെ അളവ് 23 അല്ലേ?
ആ 23-ൻ്റെ പകുതി 11.5 ആ 11.5ക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പിന് ഇട്ടിട്ട് നമ്മളിവിടെ ഒരു അടാട്ടു. അത് എന്തിനാ വെച്ചാൽ ഈ അടാളത്തുമ്പോൾ നമുക്ക് കോളറിന് ഷേപ്പിനും വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒരിത് കൊടുക്കാനാണ്. ഈ 12-ൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഷേപ്പ് കൊടുക്കും. ഇനി നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്ത് പാടിയെന്നാ നമ്മൾ ഈ നടു മടക്കിയ പാടേനെ നമുക്ക് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. ഇവിടെ ഇത് ഈ കോണ് ഭാഗത്തല്ല കേട്ടോ, കോണായ ഭാഗത്തല്ല, ഈ അടിഭാഗത്ത്. ഈ അടിഭാഗമാണ് നമ്മൾ പിന്നെ നെക്കുമ്മൽ വെച്ചടിക്കുക. അപ്പം അതിന് നമ്മൾ കഴുത്തിൻ്റെ പകുതി അറിയാൻ വേണ്ടിയിട്ടാണ്, കുളർ വെക്കുമ്പോൾ അതിൻ്റെ നടു അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നിർത്തി വെക്കുക. നിർത്തി വെക്കുമ്പോൾ ഈ നല്ല വശവും ഒരുമിച്ചാണ് വെച്ചേക്കണ്ട് കേട്ടോ. ഇത് ചീത്ത വശമാണ്, ഇത് ചീത്ത വശമാണ്. അപ്പോൾ നമുക്കിനി ഇതിലൂടെ അര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അര ഇഞ്ച് ഇവിടെ അടിക്കുക. എന്നിട്ട് ആ കോണിൽ നിന്ന് തന്നെ നമ്മൾ ഇതിൽ അര ഇഞ്ച് അടിക്കുക. അര ഇഞ്ച് ഇവിടെ വരെ അടിക്കുക. എന്നിട്ട് അതേ മരക്കന്നെ ഇവിടെ അര ഇഞ്ച് ഇവിടെ കൊടുക്കുക. നല്ല തയ്യത്തുമ്പോൾ നല്ല ഉണ്ടായിക്കോട്ടെ. അര ഇഞ്ച് 3/4 ഇഞ്ചൊക്കെ എടുത്തോട്ടെ. കാരണം നമുക്ക് 2 ഭാഗത്തും ഈ 2 ഇഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു 3/4 ഇഞ്ച് തന്നെ ആയിക്കോട്ടെ. നമുക്ക് തുടക്കക്കാരാകുമ്പോൾ പിന്നെ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നമ്മൾ നൂല് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കാനാണ്. അപ്പോൾ നമ്മളിവിടെ 3/4 ഇഞ്ച് തന്നെ, അര ഇഞ്ചായാലും 3/4 ഇഞ്ചായാലും വേണ്ടില്ല. പക്ഷെ അതിലേറെ കൂടുതൽ പോകരുത്. അതിൽ കുറഞ്ഞ് പോയാൽ നമ്മളെ കോളറിൻ്റെ നീളം കൂടി പോകും. അപ്പോൾ നമ്മൾ അര ഇഞ്ച് എടുത്തുകാണ്ട് ഇവിടെ ഈ 3 ഭാഗത്തും ഈ 4 ഭാഗത്തും ഈ 1, 2, 3 ഈ 3 ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഈ അടിഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത്. ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് സൂചി കുത്തിയ പാടെ തന്നെ എന്ന് തിരിച്ച് സൂചി എടുക്കരുത്. ഇത് ഇവിടെയും അര ഇഞ്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് അടിച്ചു. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ക്യാൻവാസ് വെച്ച് അടിക്കട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാൻവാസ് ഒന്നും വെക്കണില്ല, അങ്ങനെ വെച്ച് കാണിക്കണേ. തുടക്കക്കാർക്ക് പഠിക്കാനിപ്പോൾ ക്യാൻവാസിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ക്യാൻവാസ് വെച്ച് കുളർ വെച്ച് പഠിച്ചതിന് ശേഷം ക്യാൻവാസ് വെച്ചാൽ മതി. ഇങ്ങനെ ഒരു എന്തെങ്കിലും കത്തിരിയോ എന്തെങ്കിലും എടുത്ത് കളി ഉറുപ്പൊക്കെ ശരിയാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഇതിന്മേൽ വെച്ച് പിടിപ്പിക്കാം. അതിന് മുന്നേ നമ്മൾ ഒരു വശം നമ്മൾ ഈ മുകൾ ഭാഗം നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കണം. 1 ഇഞ്ചല്ല കേട്ടോ, 1/4 ഇഞ്ച് ഇതിൽ മടക്കി എടുക്കണം. പറഞ്ഞത് ഒരു ഭാഗം മാത്രം കേട്ടോ.
ഇസ്തിരി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ ഇസ്തിരി ഒന്നും ഇടുന്നില്ല. നല്ല തന്നെ ഇസ്തിരി ഇട്ടാൽ ശരിക്കും നിൽക്കും. ഇനിയിപ്പോൾ മനസ്സിലായില്ലേ, ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കി അടിച്ചു. ഇനി ഈ മടക്കി അടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ നടു, ഇത് നടു നമ്മൾ അടയാളത്തിനല്ലോ, ഏറെ നിൽക്കണേ അതിമ്മ മനസ്സിലാവും. ചോക്കൊണ്ട് നീ അടാട്. എന്നിട്ട് നമ്മൾ കഴുത്തിന് നമ്മൾ നടുമടക്കി അടയാളത്തച്ചിനല്ലോ, കഴുത്തിന് ഇവിടെ ഇവിടെ ആ അടയാളത്തുമ്മക്ക് ഇവിടെ നമുക്ക് വെച്ച് അടിക്കാം കേട്ടോ. നമ്മൾ നടുഭാഗത്തു നിന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് പിന്നെ കോളറിൻ്റെത് വേറെ ഇതുമില്ല, ഒരു ഭാഗത്തേക്ക് നീങ്ങി വരില്ല. അപ്പം നടുവിൽ നിന്ന് തുടങ്ങിയാൽ മതി. നല്ല ഒരു 1/4 ഇഞ്ച് തന്നെ, 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അടിച്ചാൽ വീതി ഓവറാവില്ല. 1/2 ഇഞ്ച് തന്നെ വീതിയിൽ അടിച്ചാൽ കേട്ടോ. ഞാൻ തിരിച്ചൊന്നും കൂടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. എന്നാൽ 2 സ്റ്റിച്ച് 2 ആയും ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ ഈ മടക്കില്ലാത്ത പക്ഷേ നമ്മൾ ഇതിമ ജോയിൻറ്റ് ചെയ്തു. നമ്മൾ തുണിയും ആയിട്ട് നമ്മൾ കഴുത്തിന് ജോയിൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മറിച്ചിട്ടുകാണ് നമ്മൾ ചെയ്തത്. ഒക്കെ ശരി റെഡിയാക്കി വെച്ചിട്ട് ഇനി എന്താ ചെയ്യാന്നാ, ഇതിങ്ങനെ ഈ തുമ്പൊക്കെ ഉള്ളൊക്കെ തന്നെ ആക്കി വെച്ചിട്ട്, തുമ്പുള്ളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം നമ്മൾ അടിക്കുക. ഈ തയ്യൽ തുമ്പ് കാണരുത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കണം. ഇത് നമുക്ക് അടിക്കാം. ഇവിടെ കൂടെ നോക്കണ്ടോ. നമ്മൾ ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടോ. ഇനി എന്താ വേണ്ടതെന്നാ, ഇനി നമ്മൾ ഈ കോളറൊക്കെ ഒന്നും കൂടി ഇതിന് മുകളിൽ കൂടെ അടിച്ചു കൊടുക്കും. ഈ സൈഡിൽ കൂടെ അങ്ങനെ ആ മൂല എത്തുമ്പോൾ അവിടെ കുത്തി സൂചി കുത്തി പാടേനെ തിരിച്ചെടുക്കുക. അങ്ങനെ ഇപ്പം നമ്മൾ 4 വശവും നമ്മൾ ഒന്നും കൂടി അടിച്ചു. ഇനി സ്ലീവ് വെക്കണ കൈ വെക്കണതും ബാക്കി അടിക്കണതെല്ലാം നാളത്തെ വീഡിയോയിൽ കാണാം. താങ്ക് യു. ലെങ്ത്ത് കൂടേണ്ടത് കരുതിയിട്ടാണ് നിർത്തി വെക്കുന്നത്.